നല്ല അടിപൊളി ആക്ഷനാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ ലൂർ ടെംപ്ലേറ്റ്സ് എന്ന് അടിച്ചു കൊടുക്കുക. ലൂർ ടെംപ്ലേറ്റ്സ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇതുപോലത്തെ ഇമേജസ് വരും. നമ്മൾക്ക് പലതരത്തിലുള്ള ലൂറിൻ്റെ ഇമേജസ് വരും. അതിൽ നമുക്ക് ഈ ക്രാങ്ക് ബൈറ്റിൻ്റെ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മോഡലിൻ്റെ ഇമേജ് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം ഒന്നില്ലെങ്കിൽ അത് പ്രിൻ്റ് ഔട്ടായിട്ട് എടുക്കാം. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് വെട്ടിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇമേജ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഞാൻ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാനൊരു പേപ്പറിൽ ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഒന്ന് ഉണക്കിയെടുത്തു. അതിനുശേഷം ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ എന്താണോ അവൈലബിൾ, മൊബൈലാണോ സിസ്റ്റമാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് വരച്ചെടുക്കാം. കറക്റ്റായിട്ട് വരച്ചെടുക്കണം. അത് സൈസ് ഡിഫറൻസ് വരാൻ പാടില്ല. അതിനുശേഷം നമുക്കത് വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ കറക്റ്റ് അളവിൽ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ചുറ്റിനുള്ള അളവുകളൊന്നും ഡിഫറൻസ് വരാൻ പാടില്ല, ലിപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും. നമുക്കിനി മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റിക്കാണ്. ഇതിപ്പോൾ ചോക്കോബാറിൻ്റെ സ്റ്റിക്കാണ്. നമുക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കളർ ചെയ്തത് പിള്ളേരുടെ പ്രൊജക്റ്റിനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കളറില്ലാതെയും കിട്ടും. നമുക്ക് കളറിൻ്റെ ആവശ്യമില്ല, നമുക്കിത് പെയിൻറ്റ് ചെയ്യേണ്ടതാണ് ലൂറ്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൂറിൻ്റെ കറക്റ്റ് വീതി ആയതുകൊണ്ട് നമുക്ക് വീതിയുടെ ആ ഒരു ടെംപ്ലേറ്റ്സ് നമ്മൾക്ക് ആവശ്യമില്ല. ലൂറിൻ്റെ ടെംപ്ലേറ്റ്സിൻ്റെ വീതി ആവശ്യമില്ല. നമുക്കിത് ഇതുപോലെ അടക്കിയിട്ടാണ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടക്കി വെച്ച് ഒട്ടിച്ചെടുക്കണം നമുക്ക്. അതാണ് ഇനി വേണ്ടത്. നമുക്ക് ഈ സ്റ്റിക്ക് ഒട്ടിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശ വേണം ഉപയോഗിക്കാനായിട്ട്. വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലൂ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അതാണ് ഉദ്ദേശിച്ചത്. കാരണം നമ്മൾക്ക് ഇത് വെള്ളത്തിലാണ് കിടക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഒരിക്കലും വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകാത്ത രീതിയിലുള്ള പശയായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നല്ലോണം അപ്ലൈ ചെയ്യാം. അതിനുശേഷം അടുത്ത സ്റ്റിക്കും അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾക്ക് ഒട്ടിക്കാം. അതിനുശേഷം വീണ്ടും, അതായത് എല്ലാ സ്റ്റിക്കിൻ്റെയും ഇടയിൽ പശ വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കണം നമുക്ക്. സ്റ്റിക്കുകളെല്ലാം തന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചരട് കൊണ്ട് ഞാൻ രണ്ട് വശത്തും കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ സ്ട്രോങ് ആയിട്ട് പരസ്പരം വിട്ടുപോകാത്ത രീതിയിൽ കെട്ടുക. അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ ഒരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ടെംപ്ലേറ്റ്സ് എല്ലാം കറക്റ്റ് ഷേപ്പിൽ, അതായത് അളവിലൊന്നും വ്യത്യാസം വരാതെ കറക്റ്റ് ഷേപ്പിലെല്ലാം വെട്ടിയെടുക്കുക. ഇതിൻ്റെ ഷേപ്പും ലിപ്പും ഇതാണ് മെയിനായിട്ട് വേണ്ടത്. ഇത് രണ്ടും നമുക്ക് മെയിൻ എടുക്കുക. ആദ്യം നമുക്ക് ലിപ്പ് കട്ട് ചെയ്തെടുക്കാം. ലിപ്പ് കട്ട് ചെയ്യാനായിട്ട് ഞാനൊരു പഴയ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. പഴയൊരു സ്കെയിലിൻ്റെ ഒരു പീസിലാണ് ഞാൻ ലിപ്പ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ സ്കെയിലിൻ്റെ മുട്ടിക്കാം. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഞാൻ ലിപ്പ് ഒരു സ്കെയിലിൻ്റെ കഷ്ണത്തിന്മേൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലിപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഷേപ്പ് ചെയ്യുക. അതായത് മുകൾ വശം ഫ്ലാറ്റായിട്ടും താഴത്തുനിന്ന് മുകളിലേക്കുള്ള അടിവശം നമ്മൾക്ക് കർവായിട്ടാണ് ഷേപ്പ് ചെയ്യേണ്ടത്. ലിപ്പിവിടെ നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് മുകൾ വശം ഫ്ലാറ്റും താഴത്തുനിന്ന് ഒരു ചരിവ് വേണം. നമ്മൾക്ക് മുകളിലെപ്പോഴും നമുക്ക് ഫ്ലാറ്റായിട്ട് തന്നെ ഷേപ്പ് ചെയ്യണം. താഴത്തുനിന്ന് ഒരു കോർണർ ചരിവായിട്ട് നമ്മൾക്ക് ടേപ്പറിൽ നമുക്ക് ഷേപ്പ് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലൂറിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് കൊടുക്കാനായിട്ട് കമ്പി ഉണ്ടാക്കിയെടുക്കണം. അതിന് പുറകിലൊരു റിങ്, താഴത്ത് സെൻറ്ററിലായിട്ട് റിങ് വേണം. അതിൻ്റെ ഫ്രണ്ടിലും ഒരു റിങ് ഉണ്ടാക്കിയെടുക്കണം. ഫസ്റ്റത്തെ റിങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സെൻറ്ററിലെ റിങ് നമുക്ക് മാർക്ക് ചെയ്യണം. ഇനി സെൻറ്ററിലെ ജസ്റ്റ് മാർക്ക് ചെയ്ത ശേഷം നമുക്കത് ബെൻഡ് ചെയ്യാം. ഇതുപോലെ കറക്റ്റായിട്ട് നോക്കി വെക്കുക. നമ്മൾ രണ്ടാമത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രലിലത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ആ മാർക്കിംഗ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. ആ പ്ലെയർ കൊണ്ടോടെ പിടിക്കുക. അതിനുശേഷം അത് ബെൻഡ് ചെയ്യാം.
ഇപ്പോൾ കറക്റ്റ് ലെവൽ എടുക്കുക. ഇനി ആ ഫ്രണ്ടിലത്തെ അറ്റം നമ്മൾക്ക് മാർക്ക് ചെയ്യാം. കറക്റ്റായിട്ട് പിടിക്കുക. അതിനുശേഷം അത് ബെൻഡ് ചെയ്യാം. നമ്മൾ മൂന്നാമത്തെ റിങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൂറിൻ്റെ സെൻറ്ററിലെ ആ കമ്പി നമ്മൾക്ക് റെഡിയാക്കിയിട്ടുണ്ട്. 3 റിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റാണ്. ഞാനിപ്പോൾ ചിരട് കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. അത് നമ്മളുടെ സ്റ്റിക്ക് എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഈ ടെംപ്ലേറ്റ്സ് ഇത് വെച്ച് ഒട്ടിക്കുക. നമ്മൾക്കതിന് ശേഷം ഇത് കറക്റ്റ് ഷേപ്പിൽ വെട്ടിയെടുക്കണം. നമ്മൾക്ക് ഈ സ്റ്റിക്കും കൊണ്ട് തന്നെ നമ്മൾക്ക് 2 ലൂറിൻ്റെ ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഇതുപോലെ 2 ലൂറ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരല്പം പശ നമ്മൾക്കതുമേ തേക്കാം, ആ ടെംപ്ലേറ്റ്സുമേ തേക്കാം. അതിനുശേഷം നമുക്ക് ആ സ്റ്റിക്കുമേ ഒട്ടിക്കാം നന്നായിട്ട്. അതിനുശേഷം ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ട് ഉരച്ചെടുക്കണം. അതായത് നമുക്ക് ഇത്രേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നന്നായിട്ട് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചെടുക്കാം. ഞാനിവിടെ സാൻഡ് പേപ്പർ യൂസ് ചെയ്യുന്ന 180ൻ്റെ സാൻഡ് പേപ്പറാണ് ഉരച്ചെടുക്കാനായിട്ട്. പിന്നെ പോളിഷിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 320ൻ്റെ സാൻഡ് പേപ്പറാണ്. നമ്മൾക്ക് സാൻഡ് പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചെടുക്കാം. ഇവിടെ നന്നായിട്ട് ഉരച്ച് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 320ൻ്റെ സാൻഡ് പേപ്പർ യൂസ് ചെയ്യാം. അതായത് നമ്മൾക്ക് ഇതിൻ്റെ 2 സൈഡും ഉരയ്ക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജുകളൊന്നും കൂടിയും ഷേപ്പ് ചെയ്യാനുണ്ട്. ആ കറക്റ്റ് പെൻസിലിൻ്റെ മാർക്കിങ്ങിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അത് നമ്മളിപ്പോൾ ഉരച്ച് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയറായി. ഇനി ചെയ്യേണ്ടത് ഈ കമ്പി ഇതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾക്കിത് കൊടുക്കണം. ഇതിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ, ഈ രീതിയിലാണ് നമ്മൾക്ക് ഇതിൻ്റെ കമ്പി വരേണ്ടത് ഉള്ളിൽ കൂടി. അതിനായിട്ട് നമുക്ക് ആദ്യം ആ ടെംപ്ലേറ്റ്സ് കറക്റ്റായിട്ട് ആ കമ്പിയുടെ പടമുള്ള ടെംപ്ലേറ്റ്സ് പിടിക്കുക. അതിനുശേഷം ആ മാർക്ക് ചെയ്യുക. ആ കമ്പി എങ്ങനെയായിരിക്കുന്ന ആ കമ്പിയുടെ അനുസരിച്ച് ആ ലൂറുമേ മാർക്ക് ചെയ്യാം. ടെംപ്ലേറ്റ്സ് കറക്റ്റായിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യാം. ഫ്രണ്ടിൽ മാർക്ക് ചെയ്യാം നമുക്കാദ്യം. അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ മാർക്ക് ചെയ്യാം. സെൻറ്റർ മാർക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. സെൻറ്റർ മാർക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ എന്തെങ്കിലും ഹൈറ്റുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് എടുക്കുക. അതിനുശേഷം ഒരു പെൻസിൽ അതിൻ്റെ ആ സെൻറ്ററായിട്ട് പിടിക്കുക. ആ സെൻറ്റർ വരുന്ന രീതിയിൽ പിടിക്കുക. അതിനുശേഷം ഇതിപ്പോൾ കറക്റ്റാണ്. അതിനുശേഷം ചെയ്യേണ്ടത് ആ ലൂറ് പതുക്കെ മൂവ് ചെയ്യുക. അതിന് ചുറ്റിനും ഫ്രണ്ടോട്ടും നമുക്ക് മൂവ് ചെയ്യാം. നമുക്ക് ഷാർപ്പായിട്ട് വരയ്ക്കാനുള്ള ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ കിട്ടും. ഇതിപ്പോൾ കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ചെയ്യേണ്ടത് നമ്മൾക്ക് 2 മാർക്കിംഗ് ഉണ്ടല്ലോ ഫ്രണ്ടിലും പുറകിലായിട്ട്. ആ ഫ്രണ്ടിലും പുറകിലായിട്ടുള്ള മാർക്കിങ്ങിനെ കറക്റ്റ് നേരെ നമ്മൾക്ക് അത്രയും കട്ട് ചെയ്തെടുക്കണം. നമ്മളിതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇതുപോലെയായിരിക്കും നമ്മൾക്ക് ആ ലൂറ് വരിക.
ഇതുപോലെ ആയിരിക്കും നമുക്ക് കേബിൾ സെറ്റ് ചെയ്യുമ്പോൾ. ഇനി ചെയ്യേണ്ടത് നമ്മൾക്ക് അതിൻ്റെ ലിപ്പ് കണക്ട് ചെയ്യണം. ആ ലിപ്പ് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് ആ ടെംപ്ലേറ്റ്സ് വയ്ക്കുക. ആ ടെംപ്ലേറ്റ്സിൻ്റെ കറക്റ്റ് മാർക്കിങ്ങിൽ തന്നെ നമ്മൾക്ക് 45 ഡിഗ്രി ആംഗിളിലാണ് ലിപ്പ് വരിക. അപ്പോൾ ആ ഒരു ആംഗിളിൽ തന്നെ നമ്മൾക്കത് കറക്റ്റായിട്ട് വയ്ക്കുക. ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആക്സിലറേറ്ററിന് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക. നമ്മൾക്ക് ലിപ്പ് സെറ്റായിട്ടുണ്ട്. ഇതുപോലെയാണ് ലിപ്പ് വരുന്നത്. ലിപ്പ് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു ടെംപ്ലേറ്റ്സിൻ്റെ ഒരു ഇമേജ് എടുക്കുക. നമുക്ക് വെട്ടിയേക്കുന്നത് എടുക്കുക. അതിനുശേഷം ലൂറും ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു പോർഷൻ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. അതുപോലെ അപ്പുറം സൈഡ് നമ്മൾക്ക് മാർക്ക് ചെയ്യണം. ഇനി ചെയ്യേണ്ടത് ആ 2 പോയിൻറ്റുകൾ തമ്മിൽ ഒരു ലൈൻ വരയ്ക്കുക. ഏറ്റവും മുകളിലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം താഴെ ബോട്ടം ആയിട്ട് സെൻറ്ററിൽ നിന്ന് 2 പോയിൻറ്റ് അപ്പുറവും ഇപ്പുറവും നമുക്ക് മാർക്ക് ചെയ്യാം. സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഒരു പോയിൻറ്റ് ഗ്യാപ്പ് ഇട്ട് ഓരോ പോയിൻറ്റിലും മാർക്ക് ചെയ്യുക. ഓരോ പോയിൻറ്റും സെൻറ്ററിൽ നിന്ന് ഓരോ പോയിൻറ്റും മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ നമുക്കൊരു ലൈൻ വരയ്ക്കണം. മുകളിലത്തെ പോയിൻറ്റും താഴത്തെ പോയിൻറ്റും തമ്മിൽ ലൈൻ വരയ്ക്കണം. ഇതുപോലെയാണ് ലൈൻ വരയ്ക്കേണ്ടത്. അതിനുശേഷം ആ ലൈൻ്റെ പുറത്തുള്ള ഭാഗം 2 സൈഡിൽ നമ്മൾക്കത് ഉരച്ച് ഷേപ്പ് ചെയ്യണം. നമ്മൾക്കതിൻ്റെ ആക്ഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ ഇത് ആക്ഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 പോയിൻറ്റ് നമ്മളുടെ ഈ 2 സൈഡിൽ കാണുന്ന പോർഷൻ നമുക്ക് ഉരച്ച് ഷേപ്പ് ചെയ്യണം. നമുക്കിത് ഉരച്ച് ഷേപ്പ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഉരച്ച് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടത്. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ വട്ടം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്പ് സെറ്റ് ചെയ്യണം. റിങ്, ഈ വലിയ റിങ്ങും ചെറിയ ഈ 2 റിങ് നമ്മൾ അല്പം വലുതാക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ആ ഒരു കയറ് നമ്മൾ അഴിച്ചു കളഞ്ഞിട്ടുണ്ട്. ഈ 2 റിങ്ങും വലുതാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിപ്പാണ്. ലിപ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലിപ്പിൻ്റെ ഈ ഒരു സൈഡ് ഫ്ലാറ്റാണ്. ഈ ഒരു സൈഡ് ഇങ്ങനെ ടേപ്പറായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. ഈ ഫ്ലാറ്റായിട്ടുള്ള ഭാഗമാണ് മുകളിൽ വരേണ്ടത്. അതായത് ഇതിപ്പോൾ ലിപ്പാണെങ്കിൽ ഈ ലിപ്പിങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ഫ്ലാറ്റ്, ഇതിങ്ങനെ കർവ് ചെയ്താണ് വരുന്നത്. അതിനുശേഷം ഇത് മരത്തിൻ്റെ പൊടിയും ഗ്ലൂ മിക്സ് ചെയ്തിട്ട് ഇതിനുള്ളിൽ സെറ്റ് ചെയ്യണം. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ മരത്തിൻ്റെ പൊടിയും ഗ്ലൂവും കൂടി മിക്സ് ചെയ്താണ്. ഇത് നന്നായിട്ട് ഈ കമ്പിയുമേ നമുക്ക് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ആ ലൂറുമേ കണക്ട് ചെയ്ത് കൊടുക്കാം. ലൂറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലിപ്പും അതുപോലെ തന്നെ അതും സെറ്റ് ചെയ്യാം. നമ്മുടെ പശയെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ഉരച്ചെടുക്കുക. ഒന്ന് ഉരയ്ക്കുക. ഉരച്ച ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യണം. വെള്ളത്തിൽ നമുക്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഞാൻ 2 ചെറിയ സ്പ്ലിറ്റ് റിങ്ങും 2 സിംഗിൾ ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഹോളുള്ള 2 സിംഗിൾ ഹുക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം ഹുക്ക് എപ്പോഴും വരേണ്ടത്. ഇങ്ങനെയായിരിക്കണം ഹുക്ക് വരേണ്ടത്. എപ്പോഴും ഇത് മുകളിലേക്ക് ഇങ്ങനെ
ഇത് താഴത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് ഫ്രണ്ടോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഹുക്ക് ഇരിക്കേണ്ടത്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് ഇങ്ങനെയായിരിക്കണം വരേണ്ടത്. നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബാലൻസിങ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബാലൻസ്ഡ് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഹോള് ഇങ്ങനെയായിരിക്കും. ഇത് നമ്മൾക്ക് തിരിച്ച് വരണം. നമുക്ക് ചെറിയതായിട്ട് പ്ലെയർ കൊണ്ടൊന്ന് പിടിച്ചിട്ട് നമ്മൾക്കത് വട്ടം വരുത്തണം. നമ്മൾ ഹുക്ക് രണ്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഹുക്കുകൾ വരുന്നത്. ഇതിപ്പോൾ ഫ്ലോ ചെയ്യുമ്പോഴും ഇതിങ്ങനെ വരുള്ളൂ. ഹുക്ക് ഇങ്ങനെയാണ് വരേണ്ടത് നമുക്ക്. എങ്കിലും മീൻ ഇങ്ങനെ പിടിക്കുമ്പോൾ ഹുക്കപ്പ് ആവുള്ളൂ കറക്റ്റായിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാലൻസിങ് നോക്കണം വെള്ളത്തിൽ. അതിനുശേഷം മാത്രമേ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ബാലൻസിങ് നോക്കുന്നതിൻ്റെ നമുക്ക് ഫാസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക മീൻ. നമ്മളുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമ്മേ ഫെവിക്വിക്കിൻ്റെ ഒരു കോട്ടിങ് നമുക്ക് കൊടുക്കണം. അതായത് വെള്ളം ഇത് വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾക്കത് ആ കോട്ടിങ് കൊടുത്ത ശേഷം നമ്മൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫെവിക്വിക്കിൻ്റെ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് നമുക്കൊന്ന് ഉരയ്ക്കാം. ഉരച്ച് നമുക്ക് ഈ എക്സസ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഗമ്മ് കാണുന്ന ഭാഗമൊക്കെ നമ്മൾക്കൊന്ന് ഉരച്ച് മിനുക്കിയെടുക്കാം. അതിനുശേഷം പെയിൻറ്റിങ് ചെയ്യാം. നമ്മളിത് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് മിനുക്കിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് 320 സാൻഡ് പേപ്പർ ഇട്ടാണ് ഉരച്ച് ക്ലിയർ ചെയ്യേണ്ടത്. നമ്മൾക്കിനി ഇത് പെയിൻറ്റ് ചെയ്യാം. നമ്മൾക്ക് മെയിനായിട്ട് നമ്മൾ ലൈറ്റ് ഗ്രീനും പിങ്കുമാണ് നമ്മൾക്ക് ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ബേസ് കോട്ടായിട്ട് നമുക്ക് യെല്ലോണ് ഞാൻ അടിക്കുന്നത്. ആദ്യം നമുക്ക് യെല്ലോ കളർ പെയിൻറ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് കോട്ട് യെല്ലോ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് ബാക്കിയുള്ള കളർ ചെയ്യും. നമുക്ക് ബേസ് കോട്ട് സാധാരണ വൈറ്റാണ് അടിക്കുന്നത്. എൻ്റെ ഇപ്പോൾ വൈറ്റ് കളറില്ല. നമുക്ക് ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും കളർ അടിക്കുക. നമുക്ക് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് അടിക്കുക ബേസ് കോട്ടായിട്ട്. അപ്പോൾ ഞാൻ ഈ യെല്ലോ കളർ അടിച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് ബാക്കിയുള്ള കളർ അപ്ലൈ ചെയ്യാം. അത് നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഡിസൈൻ ഞാൻ വരച്ച് തരാം. നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്യാനായിട്ട് ആദ്യം ഒരു കട്ടിയുള്ള പേപ്പറിലെടുത്ത് ഇതിൻ്റെ വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഷേപ്പ് നമ്മൾക്ക് വരച്ചെടുക്കാം. കറക്റ്റ് ഉള്ള ഏകദേശം ഒരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. ഏകദേശം ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ഇതുപോലെ ലൈൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് വെട്ടിയെടുക്കുക. ഞാൻ ആ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് ഈ ലൂറിൻ്റെ മുകളിൽ നമ്മൾ വയ്ക്കുക. ലൂറിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ലൂറിനെ നമ്മൾ വരയ്ക്കുക. കറക്റ്റ് ആ ലൂറിന് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ചെയ്യേണ്ടത് ഒരു ലൈൻ വരയ്ക്കുക അവിടെ. ലൈൻ ചെറുതായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറം വശവും നമ്മൾ ഇതുപോലെ ഈ സാധനം ഇത് തന്നെ വെച്ച് ലൈൻ വരച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുകളിൽ ലൈറ്റ് ഗ്രീനും അടിയിൽ പിങ്കുമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്.
നമ്മുടെ ലൈറ്റ് ഗ്രീൻ കളർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് പിങ്ക് കളർ ആഡ് ചെയ്യാം. നമ്മുടെ ലൂറ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇതുമേ കണ്ണൊട്ടിക്കണം, അതിൻ്റെ ഐസ് സെറ്റ് ചെയ്യണം. നമുക്കിത് ഉണങ്ങിയ ശേഷം നമുക്കത് ഐസ് സെറ്റ് ചെയ്യാം. നമുക്ക് മീനിൻ്റെ കണ്ണുണ്ടാക്കാനായിട്ട് ആദ്യം ഇതുപോലത്തെ ഒരു വെള്ള കളറിലെ പേപ്പർ നമുക്ക് വെട്ടിയെടുക്കുക, റൗണ്ടിൽ വെട്ടിയെടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് പൊട്ടാണ്, ചെറിയ ബ്ലാക്ക് പൊട്ടാണ് പെണ്ണുങ്ങൾ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക. അതെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് നെയിൽ പോളിഷോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഉണ്ടല്ലോ, ആ നെയിൽ പോളിഷോ അല്ലാന്നുണ്ടെങ്കിൽ വാർണിഷോ എന്തെങ്കിലും നമ്മൾക്കിതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ഐസായിട്ട് കിട്ടും. നമ്മുടെ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിൽ ട്രിപ്പിൾ ഹുക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കാരണം ഞാൻ ബോട്ടം ഫിഷിംഗ് ആണ് ഞാൻ യൂസ് ചെയ്യിക്കുന്നത്. ബോട്ടം ഫിഷിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ട്രിപ്പിൾ ഹുക്ക് ഇട്ടേക്കുന്നത്. ട്രിപ്പിൾ ഹുക്കാണെങ്കിൽ നമ്മൾക്കിത് സിങ്ക് ചെയ്യും. നമ്മൾക്ക് ടോപ്പ് വാട്ടർ ലൂറിൻ്റെ ആക്ഷൻ ഞാൻ നേരത്തെ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് സിംഗിൾ ഹുക്ക് ഇട്ട് വെച്ചത്. ഇതിപ്പോൾ നമ്മൾക്ക് ട്രിപ്പിൾ ഹുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ട്രിപ്പിൾ ഹുക്കിൻ്റെ നമുക്ക് ബോട്ടം ഫിഷിങ്ങിൻ്റെ ആ ഒരു ആക്ഷൻ നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഞാൻ ശ്രമിച്ച് നോക്കാം. നല്ല അടിപൊളി ആക്ഷനാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക, ട്രൈ ചെയ്യുക. കാരണം നമ്മൾക്കിത് കോസ്റ്റ് ഫ്രീ ആണ്. കാരണം നമ്മൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമുക്ക് ലൂറുകൾക്കാണ് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത്. കാരണം നല്ല ആക്ഷനുള്ള ഒരുമാതിരി ലൂറുകൾക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 500-550 രൂപ മുതൽ നമ്മൾക്ക് അതിന് മുകളിലേക്ക് 2000, 2700, 3000 വരെയൊക്കെ നമുക്ക് ലൂറുകൾക്ക് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഫിഷിംഗ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫസ്റ്റ് കാസ്റ്റിംഗ് തന്നെ നമുക്ക് എത്ര എക്സ്പെൻസീവായ ലൂറാണെങ്കിലും നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കോസ്റ്റ് ഫ്രീ ആണ്. കാരണം നമുക്ക് ആ ഒരു എഫേർട്ട് എടുക്കണം. പിന്നെ നമുക്ക് ഈ ഹുക്കിൻ്റെയും സ്പ്ലിറ്ററിങ്ങിൻ്റെയും ചാർജ് മാത്രമേ നമുക്ക് നഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഈ ഹുക്കിന് അധികം നമ്മൾക്ക് റേറ്റ് വരുന്നില്ല. ഇത് ഒരു 30 രൂപയാണ് തോന്നുന്നു, 25-30 രൂപയാണ്. അപ്പോൾ ഹുക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള VMCയുടെ പോലത്തെ ഹുക്കുകൾ യൂസ് ചെയ്യുക. ഞാൻ സാധാരണ VMC ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നല്ല ഹുക്കുകൾ യൂസ് ചെയ്യുക. പിന്നെ സ്റ്റീലിൻ്റെ ആയിട്ടുള്ള ഇതിൻ്റെ കേബിൾ യൂസ് ചെയ്യുക. സ്പ്ലിറ്ററിങ് നല്ലത് തന്നെ യൂസ് ചെയ്യുക. ഇതിന് ആക്ഷനെല്ലാം നമുക്ക് നല്ല ആക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഫിഷിംഗ് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.